ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ പ്രതിനിധിയായി യു.ഡി.എഫ് ജനങ്ങളുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്ന വിദ്യാസമ്പന്നനും ആറ്റിങ്ങൽ കോളേജ് യൂണിയൻ മുൻ ചെയർമാനും യൂണിവേഴ്സിറ്റി കൗൺസിലറുമായ സന്തോഷ് ഭദ്രന്റെ ചിഹ്നമായ മൺവെട്ടിയും മൺകോരിയും അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒറ്റൂർ പഞ്ചായത്ത് ശ്രീനാരായണപുരം മേഖലയിൽ ഭവന സന്ദർശനം നടത്തി വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് RSP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇറവൂർ പ്രസന്നകുമാർ, കോൺഗ്രസ് ഒറ്റൂർ മണ്ഡലം പ്രസിഡന്റ് രാജീവ് നാരായണൻ, RSP തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചെമ്മരുതി ശശികുമാർ, RSP വർക്കല ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ നായർ, RSP തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ശ്രീധരൻ, RSP ചെമ്മരുതി ലോക്കൽ സെക്രട്ടറി സുദർശനൻ കോവൂർ, തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ശിവഗിരി, ഐക്യമഹിളാ സംഘം വർക്കല ഈസ്റ്റ് മണ്ഡലം ഭാരവാഹികളായ ജയശ്രീ എസ് കുമാർ, അംബിക കുമാരി, ശോഭ അനി, രാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറുവാൻ ആറ്റിങ്ങലിന്റെ ശബ്ദം കേരള നിയമസഭയിൽ മുഴങ്ങുവാൻ ആറ്റിങ്ങലിന്റെ നന്മയാർന്ന ദിനങ്ങൾ വീണ്ടും വന്നു ചേരുവാൻ ത്രിവർണ പതാക ആറ്റിങ്ങലിന്റെ മണ്ണിൽ പാറിപ്പറക്കുവാൻ ആസന്നമായിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന ശ്രീ സന്തോഷ് ഭദ്രനെ മൺവെട്ടിയും മൺകൂരിയും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. സന്തോഷ് ഭദ്രനാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഓർക്കുക, മൺവെട്ടിയും മൺകോരിയുമാണ് നമ്മുടെ ചിഹ്നം. സ്വപ്നങ്ങൾ പിറക്കും നാളെയുടെ പ്രിയമുള്ളവരെ, ആറ്റിങ്ങൽ അസംബ്ലി നിയോജക മണ്ഡലം ഒരു മാറ്റം ആഗ്രഹിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 തവണകളായി അധികാരത്തിലിരുന്നപ്പോൾ നാട്ടിലൊട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആറ്റിങ്ങൽ പോലുള്ള പ്രദേശങ്ങളിൽ ഏതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം പൊതുവിൽ ജനങ്ങൾ ചർച്ച ചെയ്യുക. അതിൻ്റെ ഫലമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദീർഘനാളായി CPMൻ്റെ പ്രതിനിധികൾ MLAമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാകണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വെച്ച് പുലർത്തുന്നു. എന്തായാലും ഈ പ്രദേശത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുവാനും വോട്ടഭ്യർത്ഥിക്കുവാനും ലഭിച്ച സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു കൂട്ടായ പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഒരു ഭരണമാറ്റവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ RSP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയോടൊപ്പം ഒറ്റൂർ മണ്ഡലത്തിൻ്റെ UDFനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാജീവ് നാരായണൻ വീടാന്തരം കയറിയിറങ്ങി ഭരണമാറ്റം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് വിവരിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ രാജീവ് നാരായണൻ സ്റ്റേറ്റ് ഫോർവേഡിനോട്. സന്തോഷ് ഭദ്രനെ വിജയിപ്പിക്കണമെന്നൊരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നാണ് UDFൻ്റെയും ഒറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും താല്പര്യം. അതിനായി കുറേ ദിവസങ്ങളായി തന്നെ എല്ലാ ബൂത്തുകളിലും പോയി പ്രവർത്തിക്കുന്ന ഒരു രീതി എനിക്കുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഇന്ന് 25 നമ്പർ ബൂത്തിലിറങ്ങിയാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് അവരുടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഈ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി ഇനി ഒരു അവസരം CPMന് കൊടുത്താൽ, ഇടതുപക്ഷത്തിന് കൊടുത്താൽ ഈ നാട് നശിച്ചു പോകുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരും സഹകരിക്കും എന്നൊരു വിശ്വാസമാണുള്ളത്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. സ്ട്രൈറ്റ് ഫോർവേഡ്, ആറ്റിങ്ങൽ, ഒറ്റൂർ.